ഹലോ സ്റ്റുഡൻസ്, ഇലക്ട്രോണിക് ഡിവൈസസ് ആൻഡ് സർക്യൂട്ട്സിൻ്റെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് ക്ലാസ് എ പവർ ആംപ്ലിഫയേഴ്സ് ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു കഴിഞ്ഞതാണ് ഏതൊക്കെയാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് പവർ ആംപ്ലിഫയേഴ്സിൽ ഫസ്റ്റ് വണ്ണാണ് ക്ലാസ് എ പവർ ആംപ്ലിഫയർ. അതിൽ നിന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട് ക്ലാസ് എ പവർ ആംപ്ലിഫയറിൻ്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് വളരെ കുറവാണ്. 25% എഫിഷ്യൻസി മാത്രമേ ക്ലാസ് എ പവർ ആംപ്ലിഫയേഴ്സ് ഉള്ളൂ. പക്ഷേ ക്ലാസ് എ പവർ ആംപ്ലിഫയർ തന്നെ നമ്മൾ ഒരു ട്രാൻസ്ഫോമർ കപ്പിൾഡ് ക്ലാസ് എ പവർ ആംപ്ലിഫയർ യൂസ് ചെയ്യുകയാണെങ്കിൽ അതിനൊരു 50% എഫിഷ്യൻസി വരെ വരുന്നുണ്ട്. എന്താണ് ക്ലാസ് എ പവർ ആംപ്ലിഫയർ എന്ന് പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ട്രാൻസ്ഫോമർ കപ്പിൾഡ് ആംപ്ലിഫയർ പഠിക്കാൻ പറ്റുള്ളൂ. അതേപോലെ നമുക്ക് നമ്മളെ സിലബസ് പ്രകാരം നമുക്ക് ട്രാൻസ്ഫോമർ കപ്പിൾഡ് പവർ ആംപ്ലിഫയർ അല്ലെങ്കിൽ അതിൻ്റെ വേറൊരു പേരാണ് സിംഗിൾ എൻഡഡ് പവർ ആംപ്ലിഫയർ, അതാണ് നമുക്ക് പഠിക്കാനുള്ളത്. പക്ഷേ ക്ലാസ് എ പവർ ആംപ്ലിഫയർ എന്താണെന്ന് അറിഞ്ഞാൽ മാത്രമേ സിംഗിൾ എൻഡഡ് പവർ ആംപ്ലിഫയർ നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്ലാസ് എ പവർ ആംപ്ലിഫയറാണ്. നേരെ ക്ലാസ് എ പവർ ആംപ്ലിഫയറിൻ്റെ സർക്യൂട്ടാണ് ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. ഇതിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും കോമൺ എമിറ്റർ ആംപ്ലിഫയറിൻ്റെ വോൾട്ടേജ് ആംപ്ലിഫയറിൻ്റെ സെയിം അതേ അറേഞ്ച്മെൻറ്റ് തന്നെയാണ്. പക്ഷേ ഇവിടെ എന്താണ് നമ്മൾ യൂസ് ചെയ്യുന്ന ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത് ഒരു പവർ ട്രാൻസിസ്റ്റേഴ്സ് ആയിരിക്കും സാധാരണ യൂസ് ചെയ്യുക. പവർ ട്രാൻസിസ്റ്ററിൻ്റെ ഒരു എക്സാമ്പിളാണ് 2N3055. 2N3055 എന്ന് പറഞ്ഞാൽ ആംപ്ലിഫയറാണ്, ട്രാൻസിസ്റ്ററാണ് നമ്മൾ സാധാരണ ഈ പവർ ആംപ്ലിഫയേഴ്സിൽ യൂസ് ചെയ്യുക. അതേസമയം നമ്മൾ വോൾട്ടേജ് ആംപ്ലിഫയർ ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത് BC547 അല്ലെങ്കിൽ BC548 അല്ലെങ്കിൽ കുറച്ചും കൂടി പവർ കൂടിയ SL100 CL100 പോലെയുള്ള ട്രാൻസിസ്റ്റേഴ്സാണ് നമ്മൾ വോൾട്ടേജ് ആംപ്ലിഫയേഴ്സിൽ യൂസ് ചെയ്യും. അന്നേരം ഇവിടെ യൂസ് ചെയ്യുന്ന ട്രാൻസിസ്റ്റർ തന്നെ കുറച്ചും കൂടി പവർ കൂടിയ ട്രാൻസിസ്റ്റേഴ്സ് ആയിരിക്കും നമ്മൾ പവർ ആംപ്ലിഫയറിൽ യൂസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, സർക്യൂട്ട് അറേഞ്ച്മെൻ്റ് എല്ലാം സെയിം ആസ് ദാറ്റ് ഓഫ് ദി വോൾട്ടേജ് ആംപ്ലിഫയർ. നമുക്കറിയാം രണ്ട് കപ്ലിംഗ് കപ്പാസിറ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്, ഇൻപുട്ടിലും ഔട്ട്പുട്ടിലും C1 ആൻഡ് C2. ദെൻ ദർ ഈസ് എ CE. CE ഈസ് യൂസ്ഡ് ഫോർ ഇൻക്രീസിങ് ദി ഗെയിൻ ഓഫ് ദി ആംപ്ലിഫയറിൻ്റെ ഗെയിൻ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് CE യൂസ് ചെയ്യുന്നത്. ദെൻ R1 ആൻഡ് R2 നമ്മൾ പറഞ്ഞിട്ടുണ്ട് വോൾട്ടേജ് ഡിവൈഡർ ബയാസിങ് നെറ്റ്വർക്ക്സ് ആണ്. ദെൻ RC ഈസ് യൂസ്ഡ് ഫോർ കൺട്രോളിങ് ദ കളക്ടർ കറൻറ്റ് ആൻഡ് RE ഈസ് യൂസ്ഡ് ഫോർ തെർമൽ സ്റ്റെബിലിറ്റി. എല്ലാം നമ്മൾ പണ്ട് യൂസ് ചെയ്യുന്ന നമ്മൾ വോൾട്ടേജ് ആംപ്ലിഫയറിൽ യൂസ് ചെയ്ത സെയിം ഫങ്ഷൻ തന്നെയാണ് ഇവിടെയും ഓരോ കമ്പോണൻറ്റിനും ഉള്ളത്. ദെൻ RS എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെസിസ്റ്റർ ഇവിടെ കാണാം, അത് ശരിക്കും സോഴ്സിൻ്റെ റെസിസ്റ്റൻസ് ആണ്. വലിയ ഇമ്പോർട്ടൻസ് RS കാണിച്ചിട്ടില്ലെങ്കിലും ഒന്നും കുഴപ്പമൊന്നുമില്ല, സോഴ്സ് മാത്രം കാണിച്ചാലും മതി. ദെൻ RL എന്ന് പറയുന്നത് ലോഡ് റെസിസ്റ്ററാണ്. ഏതാണ് ലോഡ് വരുന്നത് അത്. ഇപ്പോൾ നമ്മളൊരു ലൗഡ് സ്പീക്കർ ആണെങ്കിൽ ലോഡ് വരുന്നത് ഏതാണ്? ലൗഡ് സ്പീക്കർ ആയിരിക്കും ലോഡ്. RL എന്ന് പറയുന്നത് ലൗഡ് സ്പീക്കറിൻ്റെ റെസിസ്റ്റൻസ് ആണ് RL. സാധാരണ ലൗഡ് സ്പീക്കറിൻ്റെ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 4 ohm റെസിസ്റ്റൻസ് ഒക്കെയാണ് വരിക. അന്നേരം ഇവിടെ വരുന്ന വേറൊരു പ്രശ്നമാണ് ഇമ്പിഡൻസ് മാച്ചിങ്. കൂടുതൽ നമുക്കിപ്പം ഒരു ലോഡിലേക്ക് കൂടുതൽ പവർ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ അതിൻ്റെ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ ഈ ഓൾ ഓവർ ഈ ട്രാൻസിസ്റ്റർ സർക്യൂട്ടിലുള്ള റെസിസ്റ്റൻസിൻ്റെ വാല്യൂന് സെയിം ആയിരിക്കണം. പക്ഷേ ഇവിടെ ഒരിക്കലും അത് വരില്ല. ഇപ്പോൾ ഓവറോൾ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് നമ്മൾ നോക്കുന്നേരം ഒരു 1 kilo ohm, 3 kilo ohm, 10 kilo ohm വരെ എല്ലാം വരാം. പക്ഷേ നമ്മൾ യൂസ് ചെയ്യുന്ന ലൗഡ് സ്പീക്കർ പോലെയുള്ള ഔട്ട്പുട്ട് ഡിവൈസസ് ആണെങ്കിൽ അവിടെ വരുന്ന റെസിസ്റ്റൻസ് വളരെ കുറവാണ്, 4 ohm ഒക്കെയാണ് വരുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്തുനിന്ന് ഈ പവർ ആംപ്ലിഫയറിന് ട്രാൻസ്ഫർ ചെയ്യുന്ന പവർ വളരെ കുറവായിരിക്കും. അന്നേരം നമ്മൾ ഇങ്ങനെയുള്ള ഒരു സർക്യൂട്ട് യൂസ് ചെയ്താൽ സാധാരണ ഇപ്പം നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ഒരു RC കപ്പിൾഡ് ആംപ്ലിഫയറിൻ്റെ അതേ ഇതാണ് കപ്ലിംഗ്. ഇതെന്ന് പറയുന്നത് RC കപ്ലിംഗ് ആണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. നേരെ RC കപ്ലിംഗ് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഇമ്പിഡൻസ് മാച്ചിങ് എന്ന് പറയുന്നത് ഉണ്ടാവില്ല, അങ്ങനെ കൂടുതൽ പവർ ലോഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യില്ല.
അതുകൊണ്ട് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത് ട്രാൻസ്ഫോമർ കപ്പിൾഡ് ആംപ്ലിഫയർ ആണ്. ട്രാൻസ്ഫോമർ കപ്ലിംഗ് മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയർ പോലെ തന്നെ ഇവിടെ ഒറ്റ സ്റ്റേജ് ആണെങ്കിലും ലോഡിലേക്ക് നമ്മൾ ഈ പവർ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതൽ പവർ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ നമ്മൾ ട്രാൻസ്ഫോമർ കപ്പിൾഡ് ആംപ്ലിഫയർ യൂസ് ചെയ്യണം. അതാണ് ഒരു സിംഗിൾ എൻഡഡ് പവർ ആംപ്ലിഫയറിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. അതാണ് നമുക്ക് കൂടുതൽ പവർ ലോഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ അതിനെ പറയുന്ന ഒരു ഇതാണ് എന്താണ് ഇമ്പിഡൻസ് മാച്ചിങ് പോസിബിൾ ആവും. ഇമ്പിഡൻസ് മാച്ചിങ് നല്ല ഇമ്പിഡൻസ് മാച്ചിങ് ഉണ്ടെങ്കിൽ മാത്രമേ കൂടുതൽ പവർ ഏതിലേക്ക് വരുള്ളൂ, ലോഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ. അന്നേരം അങ്ങനെയുള്ള ഇത് ഇമ്പിഡൻസ് മാച്ചിങ് നമ്മൾ സാധ്യമാക്കണമെങ്കിൽ നമ്മൾ RC കപ്പിൾഡ് ആംപ്ലിഫയറിന് പകരം ഇവിടെ എന്ത് യൂസ് ചെയ്യണം, ട്രാൻസ്ഫോമർ കപ്പിൾഡ് ആംപ്ലിഫയർ യൂസ് ചെയ്യണം. നമുക്ക് ആ ട്രാൻസ്ഫോമർ കപ്പിൾഡ് പവർ ആംപ്ലിഫയർ ആണ് നമുക്ക് പഠിക്കാനുള്ളത്, സിലബസിലുള്ളതും അതാണ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സിംഗിൾ എൻഡഡ് പവർ ആംപ്ലിഫയർ എന്ന് പറയുന്നത്. അന്നേരം സിംഗിൾ എൻഡഡ് പവർ ആംപ്ലിഫയർ ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അതും ഇതും തമ്മിൽ ക്ലാസ് എ പവർ ആംപ്ലിഫയർ ഡയറക്റ്റ് കപ്പിൾഡ്, ഇതിന് പറയുന്നത് RC കപ്പിൾഡ് അല്ലെങ്കിൽ ഡയറക്റ്റ് കപ്പിൾഡ് ആംപ്ലിഫയർ എന്നൊക്കെയാണ് ഇതിന് പറയുന്നത്. ഈ ആംപ്ലിഫയറിൽ ഉള്ള ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇതാണ്, ദർ ഈസ് നോ ഇമ്പിഡൻസ് മാച്ചിങ് ഓക്കേഴ്സ്. ഇമ്പിഡൻസ് മാച്ചിങ് പോസിബിൾ അല്ല ഇങ്ങനെയുള്ള ഒരു സർക്യൂട്ട് യൂസ് ചെയ്തിട്ട്. അതുകൊണ്ട് നമ്മൾ പവർ ആംപ്ലിഫയേഴ്സ് യൂസ് ചെയ്താലും കൂടുതൽ പവർ ഇങ്ങോട്ടേക്ക് എത്തില്ല, ലോഡിലേക്ക് എത്തില്ല. അതുകൊണ്ട് നമ്മൾ RC കപ്പിൾഡ് ആംപ്ലിഫയറിന് പകരം നമ്മൾ ട്രാൻസ്ഫോമർ കപ്പിൾഡ് ആംപ്ലിഫയർ യൂസ് ചെയ്യേണ്ടതാണ്. ഓക്കെ, ഇനി ഇതിൽ നമുക്കറിയാം ഈ ക്ലാസ് എ പവർ ആംപ്ലിഫയറിൽ സാധാരണ കോമൺ എമിറ്റർ ആംപ്ലിഫയറിൽ ഡിസൈൻ ചെയ്യുന്നത് പോലെ തന്നെ നമ്മൾ ഈ ക്യൂ പോയിൻ്റ് എപ്പോഴും സെൻറ്റർ ഓഫ് ദ ലോഡ് ലൈനിലായിരിക്കും നമ്മൾ ഫിക്സ് ചെയ്യുക. നേരം ക്യൂ പോയിൻ്റ് സെൻറ്റർ ഓഫ് ദ ലോഡ് ലൈനിൽ നമ്മൾ ഫിക്സ് ചെയ്യുന്നേരം നമുക്കറിയാം ലോഡ് ലൈൻ ഇങ്ങനെ ഉണ്ടാവും അല്ലേ, അലോങ് എക്സ് ആക്സിസ് VCE ആൻഡ് അലോങ് Y ആക്സിസ് IC. അങ്ങനെ നമ്മൾ പ്ലോട്ട് ചെയ്യുന്ന സമയത്ത് ലോഡ് ലൈനിൻ്റെ സെൻറ്ററിലാണ് നമ്മൾ ക്യൂ പോയിൻ്റ് ഫിക്സ് ചെയ്യുന്നത്. ക്യൂ പോയിൻ്റ് എന്ന് പറയുന്നത് സെൻറ്ററിലായിരിക്കും ഫിക്സ് ചെയ്യുന്നുണ്ടാവുക. ഇത് ICQ, ദെൻ ഇത് വരുന്നത് VCEQ. അങ്ങനെയാണെങ്കിൽ ഈ സെൻറ്ററിൽ വരുന്ന ക്യൂ പോയിൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും സിഗ്നൽ മാറുന്നുണ്ടാവുക. സിഗ്നലിൻ്റെ നേരെ ഇതുപോലെയുള്ള ഒരു ഇതായിരിക്കും നമുക്ക് സിഗ്നൽ കിട്ടുക. ഓക്കെ, നേരെ അതിൽ നമ്മൾ ക്യൂ പോയിൻ്റ് ഫിക്സ് ചെയ്യുന്നത് അറ്റ് ദ സെൻറ്റർ ഓഫ് ദ ലോഡ് ലൈൻ ആണ്. ദെൻ നമുക്കറിയാം അതിൽ കളക്ടർ കറൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ ലോഡ് ലൈൻ ഒരു DC ലോഡ് ലൈൻ വരയ്ക്കുകയാണെങ്കിൽ, ഇവിടെ ഇപ്പോൾ AC ലോഡ് ലൈനിൽ DC ലോഡ് ലൈനിൻ്റെ കാര്യം തന്നെയാണ് പറയുന്നത്. VCE അലോങ് എക്സ് ആക്സിസ് ആൻഡ് IC അലോങ്. അതായത് ഈ പോയിൻ്റ് എന്ന് പറയുന്നത് IC മാക്സ് ആണ്, നമുക്കറിയാം IC മാക്സ്. ഇത് എന്താണ്, VCE മാക്സ് അല്ലെങ്കിൽ VCC ആണ്. ഇതിൻ്റെ നടുക്കാണ് നമ്മൾ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യുന്നത്, ക്യൂ പോയിൻ്റ് ഫിക്സ് ചെയ്യുന്നത്. നേരെ മാക്സിമം VCC ആണെങ്കിൽ നമുക്ക് ഇവിടെ കിട്ടുന്നത് ഇതിന് എന്താണ് VCEQ എന്ന് അതിന് പറയാം അല്ലേ. നമ്മൾ VCEQ എന്ന് പറഞ്ഞാൽ എന്താണ്, DC വോൾട്ടേജ് അല്ലെങ്കിൽ സീറോ സിഗ്നൽ കണ്ടീഷനിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് VCEQ ആയിരിക്കും. VCEQ അത് സെൻട്രലിലാണ് വരിക, ക്യൂ പോയിൻറ്റിൻ്റെ കോർഡിനേറ്റ് ആയിട്ട് വരും. ദെൻ ICQ എന്ന് പറയുന്നത് അഗെയിൻ the collector current when there is no signal, AC സിഗ്നൽ, ഒരു ഇൻപുട്ട് സിഗ്നൽ കൊടുക്കാത്ത സമയത്തുള്ള കളക്ടർ കറൻറ്റിൻ്റെ പേരാണ് ICQ. ദെൻ ഇൻപുട്ട് സിഗ്നൽ കൊടുക്കാത്ത സമയത്തുള്ള ഔട്ട്പുട്ട് വോൾട്ടേജിൻ്റെ പേരാണ് VCQ. അന്നേരം ഈ VCQ ICQ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. VCQ എന്ന് പറയുന്നത് VCQ ഈക്വൽ ടു VCEC ഡിവൈഡഡ് ബൈ 2 ആയിരിക്കും. ഇപ്പം 12 വോൾട്ടാണ് നമ്മൾ ഇതിൽ VCC കൊടുക്കുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്ന VCQ എന്ന് പറയുന്നത് 6 വോൾട്ട് ആയിരിക്കും. ഇവിടെ വരുന്നത് 6 വോൾട്ട് ആയിരിക്കും ഇവിടെ വരിക. ദെൻ ICQ എന്ന് പറയുന്നത് അഗെയിൻ IC മാക്സിൻ്റെ പകുതി ആയിരിക്കും എപ്പോഴും. IC മാക്സ് ഡിവൈഡഡ് ബൈ 2 ആണ് നമുക്ക് ICQ എടുക്കുക. അപ്പോൾ 6 മില്ലി ആംപിയർ ആണ് മാക്സിമം കറണ്ട് എന്നിരിക്കും. IC മാക്സ് എന്ന് പറയുന്നത് 6 മില്ലി ആംപിയർ ആണെങ്കിൽ ICQ എന്ന് പറയുന്നത്
3 മില്ലി ആംപിയർ ആണ് വരിക. അതുപോലെ വി സി ക്യൂ എന്ന് പറയുന്നത് 6 വോൾട്ട് ആയിരിക്കും. ഓക്കെ, നേരം വി സി ക്യൂവും ഐ സി ക്യൂ ഈസ് ഡിസൈൻഡ് ഇൻ സച്ച് എ വേ ദാറ്റ് വി ഗെറ്റ് ഹാഫ് ഓഫ് ദി മാക്സിമം കറൻറ്റ് ആൻഡ് വോൾട്ടേജ്. അത് വരുന്ന വിധത്തിലാണ് നമ്മൾ ക്യൂ പോയിൻ്റ് എപ്പോഴും ഫിക്സ് ചെയ്യുന്നത്. ആക്റ്റീവ് റീജിയനിൽ ക്യൂ പോയിൻ്റ് ഫിക്സ് ചെയ്യുന്ന സമയത്ത് ഹാഫ് ഓഫ് ദി മാക്സിമം കളക്ടർ കറൻറ്റ് ആൻഡ് ഹാഫ് ഓഫ് ദി മാക്സിമം കളക്ടർ ടു എമിറ്റർ വോൾട്ടേജ് ആയിട്ടായിരിക്കും ഡിസൈൻ ചെയ്യുക. അപ്പം നമുക്ക് കിട്ടുന്ന സ്വിങ് എന്ന് പറയുന്നത് സ്വിങ് എങ്ങനെയായിരിക്കും വരിക? ഇപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന സ്വിങ് എന്ന് പറയുന്നത് ഇവിടം മുതൽ ഇവിടം വരെയാണ് കിട്ടുന്നത്. കളക്ടർ കറൻറ്റിൻ്റെ ടേമിൽ പറയുകയാണെങ്കിൽ ഇങ്ങനെയാണ് നമുക്ക് ഒരു സ്വിങ് കിട്ടുക. ഇതെന്തായിരുന്നു? ഇത് ഐ സി ക്യൂ അല്ലേ? ഇത് ഐ സി മാക്സ്, ഇത് 0. നേരെ ഐ സി ക്യൂവിൽ നിന്ന് ഐ സി മാക്സിമത്തിലേക്ക് പോന്നു എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇത് ഐ സി ക്യൂ ആണ്, ഇതെന്താണ്? ഐ സി മാക്സിമാണ്. നേരെ ഐ സി മാക്സിമം മൈനസ് ഐ സി ക്യൂ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്ത് തന്നെയാണ്? ഐ സി ക്യൂ തന്നെയാണ്. കാരണം ഐ സി ക്യൂ എന്ന് പറയുന്നത് എന്താണ്? ഐ സി മാക്സ് ഡിവൈഡ് ബൈ 2 ആണ് നമ്മൾ എടുക്കുന്നത്. ഐ സി മാക്സ് ഡിവൈഡ് ബൈ 2 ആണ് ഐ സി ക്യൂ എന്ന് പറഞ്ഞാൽ ഇത് ഇൻ ബിറ്റ്വീൻ ദീസ് 2 എന്ന് പറയുന്നതും എന്ത് തന്നെയാണ്? ഐ സി ക്യൂ തന്നെയാണ് അല്ലേ? നേരെ മാക്സിമം പോസിബിൾ ആയിട്ടുള്ള കളക്ടർ കറൻറ്റ് എന്ന് പറയുന്നത് ഐ സി ക്യൂ ആണ്. അതേപോലെ തന്നെ മാക്സിമം പോസിബിൾ ആയിട്ടുള്ള വി സി ക്യൂ എന്തായിരിക്കും? ഇത് ഈ ലോഡ് ലൈനിൽ നമ്മൾ വരച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന മാക്സിമം സ്വിങ് എന്ന് പറയുന്നത് ഇവിടെ ആയിരിക്കും അല്ലേ? അന്നേരം ഇതാണ് മാക്സിമം സ്വിങ് എങ്കിൽ ഇവിടെ വരുന്ന പോയിൻ്റ് എന്ന് പറയുന്നത് വി സി ക്യൂ ആണ്. വി സി ക്യൂ എന്ന് പറയുന്നത് എന്താണ്? വി സി സി ഡിവൈഡഡ് ബൈ 2 ആണ്. ഇപ്പോൾ 6 വോൾട്ട് ആണെങ്കിൽ 6 വോൾട്ട് ആയിരിക്കും നമുക്ക് കിട്ടുക. നേരെ അതിൻ്റെ മാക്സിമം സ്വിങ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ വരക്കുകയാണെങ്കിൽ ഇങ്ങനെ വരും അല്ലേ? നേരെ ഇവിടെ കിട്ടുന്ന മാക്സിമം സ്വിങ് എന്ന് പറയുന്നത് 6 വോൾട്ടിൽ നിന്ന് 12 വോൾട്ട് വരെ ആണ് അതിൻ്റെ മാക്സിമം സ്വിങ്. 6 വോൾട്ടിൽ നിന്ന് 12 വോൾട്ട് വരെ എന്ന് പറഞ്ഞാൽ മാക്സിമം വോൾട്ടേജ് എത്രയാണ് വരിക? 6 വോൾട്ട്. 6 വോൾട്ടാണ് നമുക്ക് ആംപ്ലിഫൈ ചെയ്താൽ കിട്ടുന്ന മാക്സിമം വോൾട്ടേജ്. അത് ഞാൻ വി സി സി 12 വോൾട്ട് കൊടുത്തോണ്ട് ഇപ്പോൾ 24 വോൾട്ടാണ് ഞാൻ വി സി സി കൊടുക്കുന്നതെങ്കിൽ മാക്സിമം സ്വിങ് എന്ന് പറയുന്നത് 12 വോൾട്ട് ആയിരിക്കും അല്ലേ? അന്നേരം ഇവിടെ കിട്ടുന്നത് 6 വോൾട്ടാണ് മാക്സിമം സ്വിങ് എന്ന് പറയുന്നത്. അന്നേരം മാക്സിമം വോൾട്ടേജ് എന്ന് പറയുന്നത് നമുക്ക് എന്തായിട്ട് എടുക്കാം? വി സി ക്യൂ ആണ് അവിടെ കിട്ടുന്ന മാക്സിമം വോൾട്ടേജ്. വി സി ക്യൂവിന് ഈക്വൽ ആയിരിക്കും. വി സി ക്യൂ 6 വോൾട്ട് ആണെങ്കിൽ അവിടെ കിട്ടുന്ന മാക്സിമം സ്വിങ് ഒരു ആംപ്ലിഫൈ ചെയ്തിട്ട് കിട്ടുന്ന സിഗ്നലിൻ്റെ മാക്സിമം സ്വിങ് എന്ന് പറയുന്നത് 6 വോൾട്ട് തന്നെയായിരിക്കും. ഓക്കെ, അന്നേരം ഇത് രണ്ടും പറയാനുള്ള കാര്യം എന്തായാൽ നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുന്ന വോൾട്ടേജ്, ഇപ്പോൾ നമ്മൾ ആംപ്ലിഫൈ ചെയ്ത് കിട്ടുന്ന ഔട്ട്പുട്ടിൽ കിട്ടുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് ഇതുപോലെയുള്ള ഒരു വോൾട്ടേജ് ആണ്. നമുക്ക് ഒരു സിഗ്നൽ ഡിസ്റ്റോർഷനോ ആംപ്ലിറ്റ്യൂഡ് ഡിസ്റ്റോർഷനോ ഒന്നും ഇല്ലാണ്ട് നമുക്ക് ക്ലാസ് എ ആംപ്ലിഫയറിൽ കിട്ടുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് ഇതുപോലെയുള്ളൊരു വോൾട്ടേജ് ആയിരിക്കും നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുന്നുണ്ടാവുക. ഈ ഔട്ട്പുട്ടിൽ കിട്ടുന്ന മാക്സിമം സ്വിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ കിട്ടുന്ന വോൾട്ടേജ് 6 വോൾട്ടും ഇവിടെ കിട്ടുന്ന വോൾട്ടേജ് -6 വോൾട്ടും ആയിരിക്കും ഔട്ട്പുട്ടിൽ കിട്ടുന്നത്. ഓക്കെ, എന്നാൽ ഈ 6 വോൾട്ടിനെ നമുക്ക് ഡിനോട്ട് ചെയ്യുന്നത് വി സി ക്യൂ എന്ന് ഡിനോട്ട് ചെയ്യാം. കറസ്പോണ്ടിങ് കളക്ടർ കറൻറ്റിനെയും നമുക്ക് ഐ സി ക്യൂ എന്ന് ഡിനോട്ട് ചെയ്യാം. ഓക്കെ, നേരെ എന്തുകൊണ്ടാണ് വി സി ക്യൂ എന്ന് ഡിനോട്ട് ചെയ്യുന്നത്? വി സി ക്യൂ എന്ന് പറയുന്നത് മാക്സിമം വോൾട്ടേജ് സ്വിങ്ങിന് ഈക്വൽ ആണ്. നമ്മൾ സെൻട്രലിൽ ക്യൂ പോയിൻ്റ് ഫിക്സ് ചെയ്യുന്നു. നേരെ വി സി ക്യൂ എന്ന് പറയുന്നത് എന്തായിരുന്നു? വെൻ ദർ ഈസ് നോ ഇൻപുട്ട് സിഗ്നൽ ദ കളക്ടർ കറൻറ്റ് ആൻഡ് ദ ഔട്ട്പുട്ട് വോൾട്ടേജ് ഈസ് ഡിനോട്ടഡ് ബൈ ക്വിസൻറ്റ് വാല്യൂ. വി സി ക്യൂ എന്ന് പറയുന്നത് ക്വിസൻറ്റ് വാല്യൂ ഓഫ് ശരിക്കും ഡി സി വാല്യൂ ആണത്. എന്നിട്ട് വി സി ക്യൂ എന്ന് പറയുന്നത് 6 വോൾട്ടായിട്ട് നമുക്ക് കിട്ടും. അല്ലെങ്കിൽ വി സി ക്യൂ എന്ന് പറയുന്നത് വി സി സി ഡിവൈഡ് ബൈ 2 ആയിരിക്കും. ഓക്കെ, ഇനി അല്ലെങ്കിൽ വി സി സി എന്ന് പറയുന്നത് എന്തായിട്ട് എടുക്കാം നമുക്ക്? വി സി സി എന്ന് പറയുന്നത് വി സി സി ഈക്വൽ ടു 2 ഇൻറ്റു വി സി ക്യൂ ആണ്. ഈ വാല്യൂസ് യൂസ് ചെയ്തിട്ട് നമുക്കിതിൻ്റെ എഫിഷ്യൻസി കണ്ടുപിടിക്കാം. എഫിഷ്യൻസി ഓഫ് ദി
ഇത് പവർ ആംപ്ലിഫയർ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അന്നേരം വി സി സി എന്ന് പറയുന്നത് എന്താണ് പറയുന്നത്? വി സി സി ഈക്വൽ ടു വി സി ഇ ടു ക്യൂ ഇൻറ്റു 2 ആണ് വരിക. ഓക്കെ, ഇനി എഫിഷ്യൻസി ഓഫ് പവർ ആംപ്ലിഫയർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ലെറ്റർ ഈറ്റ. ഈറ്റ എന്ന് പറഞ്ഞിട്ടുള്ള ലെറ്ററാണ്. ഇത് പ്രൊനൗൺസ് ചെയ്യുന്നത് ETA, അതാണ് ഈറ്റ. ഈറ്റ എന്ന് പറയുന്നത്. നേരെ ഈറ്റ എന്ന് പറയുന്നത് എ സി പവർ ഡെലിവേർഡ് ടു ദ ലോഡ്. നമ്മൾ കൺവേർട്ട് ചെയ്യുന്ന DC പവറിനെ എത്ര കൺവേർട്ട് ചെയ്തിട്ട് AC ആക്കി മാറ്റുന്നു. പവർ ആംപ്ലിഫയറിൽ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു കഴിഞ്ഞാൽ പവർ ആംപ്ലിഫയർ എന്താണ് ചെയ്യുന്നത്? DCനെ AC ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യും. ഈ DC പവറിനെ AC കൺവേർട്ടർ പവറാക്കിയിട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. നേരം DC പവറിനെ AC പവറാക്കി മാറ്റുന്നതിൽ എത്ര കണ്ട് AC പവർ ഡെലിവേർഡ് ടു ദ ലോഡ് ഡിവൈഡഡ് ബൈ ടോട്ടൽ പവർ സപ്ലൈഡ് ബൈ ദ DC സോഴ്സ്. DC സോഴ്സിൽ നിന്ന് സപ്ലൈ ചെയ്യുന്ന ടോട്ടൽ DC പവറും AC ലോഡിലെത്തുന്ന AC പവറും തമ്മിലുള്ള റിലേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എഫിഷ്യൻസി, ഓവറോൾ എഫിഷ്യൻസി എന്ന് പറയുന്നത്. ഈറ്റ എന്ന് പറയുന്നത് ഈറ്റ 0. ഓവറോൾ എഫിഷ്യൻസി ഈറ്റ 0 ഈസ് ഡിനോട്ടഡ്. ഈറ്റ 0 ഈസ് ഓവറോൾ എഫിഷ്യൻസി. ദെൻ വേറൊരു ടേം ഉള്ളത് കലക്ടർ എഫിഷ്യൻസിയാണ്. ഓവറോൾ എഫിഷ്യൻസി ആൻഡ് കലക്ടർ എഫിഷ്യൻസി. ഇതിപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ടോട്ടൽ DC പവർ സപ്ലൈഡ് ടു ദ സോഴ്സ് ടു ദി എൻറ്റയർ സർക്യൂട്ടിനാണെങ്കിൽ അതിനെന്താണ് പറയുക? ഓവറോൾ എഫിഷ്യൻസി എന്ന് പറയും. ഇപ്പോൾ നമ്മൾ കളക്ടർ പാർട്ടിൽ മാത്രം ഡെലിവർ ചെയ്യുന്ന DC വോൾട്ടേജാണ്, DC വോൾട്ടേജും DC പവറുമാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അതിന് പറയുന്ന പേരാണ് എന്ത്? കലക്ടർ എഫിഷ്യൻസി. ഈറ്റ സി എന്ന് പറയുന്നത് കലക്ടർ എഫിഷ്യൻസിയും ടോട്ടൽ DC പവർ അപ്ലൈഡ് ടു ദി സർക്യൂട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അതിന് പറയുന്ന പേരാണ് ഓവറോൾ എഫിഷ്യൻസി. നേരെ ഈ ഓവറോൾ എഫിഷ്യൻസിയാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ നമ്മൾ എങ്ങനെ ഓവറോൾ എഫിഷ്യൻസി കണ്ടുപിടിക്കുന്നുള്ളത്? നേരെ ഒന്നും കൂടി നോക്കാം. പവർ ആംപ്ലിഫയറിൻ്റെ എഫിഷ്യൻസി ഈക്വൽ ടു AC പവർ ഡെലിവേർഡ് ടു ദ ലോഡ് ദെൻ ടോട്ടൽ പവർ സപ്ലൈഡ് ബൈ ദി DC സോഴ്സ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ ഇതിൻ്റെ പവർ കണ്ടുപിടിക്കാൻ നോക്കാം. നേരെ ഈറ്റ ഈക്വൽ ടു ഈറ്റ എന്ന് പറയുന്നത് PAC ഡിവൈഡഡ് ബൈ PDC ആണ്. എന്താണ് PAC നോക്കാം. PAC ഈക്വൽ ടു മാക്സിമം ഔട്ട്പുട്ട് വോൾട്ടേജിൻ്റെ RMS വാല്യൂ എന്നാണ് VRMS ഇൻറ്റു IRMS വാല്യൂ. അതിനാണ് PAC എന്ന് പറയുന്നത്. വാട്ട് ഈസ് VRMS ഹിയർ? VRMS എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇവിടെ നമുക്ക് കിട്ടുന്ന മാക്സിമം സ്വിങ് എന്ന് പറയുന്നത് VCQ ആണ്. അല്ല, മാക്സിമം സ്വിങ് അല്ലെങ്കിൽ മാക്സിമം വോൾട്ടേജ് എന്ന് പറയുന്നത് എന്തായിരുന്നു? VCQ ആണ്. നേരെ VRMS എന്ന് പറയുന്നത് VCQ ഡിവൈഡഡ് ബൈ √2 ആണ് എന്ത്? VRMS. ദെൻ നെക്സ്റ്റ് IRMS എന്താണ്? IRMS എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ICQ എന്ന് പറയുന്നത് മാക്സിമം കളക്ടർ കറൻറ്റിൻ്റെ IC മാക്സ് ഡിവൈഡ് ബൈ 2 ആണ്, അല്ലെങ്കിൽ ICQ ആണ്. IRMS എന്ന് പറയുന്നത് ICQ ഡിവൈഡ് ബൈ √2. VRMS എന്ന് പറയുന്നത് VCQ ഡിവൈഡ് ബൈ √2. IRMS എന്ന് പറഞ്ഞാൽ ICQ ഡിവൈഡ് ബൈ. നേരെ PAC ഈക്വൽ ടു എന്തായിരിക്കും? PAC ഈക്വൽ ടു VCEQ ഇൻറ്റു ICQ √2 ഇൻറ്റു √2. VCQ ഡിവൈഡ് ബൈ √2 ഇൻറ്റു ICQ ഡിവൈഡ് ബൈ √2. സോ PAC ഈക്വൽ ടു PCEQ ഇൻറ്റു ICQ ഡിവൈഡ് ബൈ 2. അതാണ് PAC. VCQ ഇൻറ്റു ICQ ഡിവൈഡ് ബൈ 2. ഇനി PDC എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? PDC എന്ന് പറയുന്നത് നമ്മൾ സപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് VCC ഇൻറ്റു ICQ. ICQ എന്ന് പറയുന്നത് എന്താ? DC
collector current supplied to the amplifier when there is no ഇൻപുട്ട് സിഗ്നൽ. അപ്പോൾ സപ്ലൈ ചെയ്യുന്ന കറൻറ്റിനെയാണ് നമ്മൾ ICQ എന്ന് പറയുന്നത്, DC കളക്ടർ കറൻറ്റ്. അന്നേരം ഈ DC കളക്ടർ കറൻറ്റും DC വോൾട്ടേജും നമ്മൾ നോക്കുന്ന സമയത്ത് ഇൻപുട്ടിൽ ഒരു വോൾട്ടേജും കൊടുക്കാൻ പാടില്ല. ആ സമയത്ത് കളക്ടറിൽ അല്ലെങ്കിൽ ടോട്ടൽ സർക്യൂട്ടിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജും ടോട്ടൽ കളക്ടർ കറൻറ്റും അതാണ് ടോട്ടൽ കറൻറ്റ് ത്രൂ ദി ഔട്ട്പുട്ട് സർക്യൂട്ടുമാണ്. എന്നിട്ട് ഔട്ട്പുട്ട് സർക്യൂട്ടിൽ കൂടി ഫ്ലോ ചെയ്യുന്ന ടോട്ടൽ കളക്ടർ കറൻറ്റ് എന്ന് പറയുന്നത് കളക്ടർ കറൻറ്റ് ആയിരിക്കും. ദെൻ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് VCC ആണ്. ഇനി നമുക്ക് ഈ PDC നമുക്ക് ഒന്നും കൂടി റീറൈറ്റ് ചെയ്യുകയാണെങ്കിൽ VDC ഈക്വൽ ടു VCC എന്ന് പറയുന്നത് 2 × VCQ ആണ്. 2 × VCQ ദെൻ ICQ. ഓക്കെ, ഈ രണ്ട് വാല്യൂ ഇപ്പം നമുക്ക് VDC കിട്ടി, നേരത്തെ നമുക്ക് PDCയും കിട്ടി, ദെൻ നേരത്തെ നമുക്ക് PACയും കിട്ടി. PAC എന്ന് പറയുന്നത് ഒന്നും കൂടി എഴുതാം, PAC ഈക്വൽ ടു VCQ ഇൻറ്റു ICQ ഡിവൈഡ് ബൈ 2 ആണ് നമുക്ക് കിട്ടിയത് അല്ലേ. ഈ രണ്ട് വാല്യൂസും നമ്മൾ എഫിഷ്യൻസീൻ്റെ ഇക്വേഷനിൽ എന്തായിരുന്നു എഫിഷ്യൻസീൻ്റെ ഇക്വേഷൻ? എഫിഷ്യൻസി ഈക്വൽ ടു PAC ഡിവൈഡഡ് ബൈ PDC. ഈ DC പവറിനെ എത്ര കണ്ട് AC പവറാക്കി മാറ്റുന്നു എന്നുള്ളതിൻ്റെ ഇതാണ്. നേരെ PAC ഡിവൈഡ് ബൈ PDC എന്ന് പറയുന്നത് PAC എന്തായിരുന്നു? VCQ ഇൻറ്റു ICQ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു PDC എന്ന് പറയുന്നത് 2 × VCQ ഇൻറ്റു ICQ ആണ് വരുന്നത്. ദെൻ ICQ ക്യാൻസൽ, VCQ ക്യാൻസൽ ആയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഈറ്റ ഈക്വൽ ടു ഓവറോൾ എഫിഷ്യൻസി ഈറ്റയാണ്, അത് ഈറ്റ 0. ഓവറോൾ എഫിഷ്യൻസി ഈക്വൽ ടു VCQ ICQയും പോയി, താഴെയും VCQ ICQ പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 1/4 ആണ് കിട്ടുക, 0.25. and it can be expressed in percentage by multiplying by 100. So we get 25%. നേരെ ഒരു ക്ലാസ് എ പവർ ആംപ്ലിഫയർ നമ്മൾ നോക്കുന്ന സമയത്ത് അവിടെ കിട്ടുന്ന മാക്സിമം എഫിഷ്യൻസി, മാക്സിമം നമുക്ക് പോസിബിൾ ആയിട്ടുള്ള എഫിഷ്യൻസി എന്ന് പറയുന്നത് 25% ആണ്. അന്നേരം ഇവിടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന പവർ ആംപ്ലിഫയർ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് കപ്പിൾഡ് അല്ലെങ്കിൽ RC കപ്പിൾഡ് ആംപ്ലിഫയർ ആണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കിട്ടുന്ന എഫിഷ്യൻസിയാണ് എന്ത്? 25%. 25% നമ്മൾ ഒരു സാധാരണ RC കപ്പിൾഡ് ആംപ്ലിഫയർ അല്ലെങ്കിൽ ഡയറക്റ്റ്, അതിന് പറയുന്ന പേര് പവർ ആംപ്ലിഫയറിൻ്റെ കേസിൽ നമ്മൾ അതിന് പറയുന്ന പേര് ഡയറക്റ്റ് കപ്പിൾഡ് ആംപ്ലിഫയർ എന്നാണ്. അതിന് 25% മാത്രമേ അതിൻ്റെ എഫിഷ്യൻസി ഉണ്ടാവുള്ളൂ. ഇനി നമുക്ക് ഇതിൻ്റെ എഫിഷ്യൻസി ഈ ഒരു പവർ ആംപ്ലിഫയറിൻ്റെ എന്ന് പറഞ്ഞാൽ ക്ലാസ് എ പവർ ആംപ്ലിഫയറിൻ്റെ എഫിഷ്യൻസി കുറച്ചും കൂടി നമുക്ക് കൂട്ടാം, ഇതിൻ്റെ ഡബിൾ ആക്കാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കളക്ടർ എഫിഷ്യൻസി, ക്ലാസ് എ പവർ ആംപ്ലിഫയറിൻ്റെ കളക്ടർ എഫിഷ്യൻസി നമ്മൾ നോക്കുകയാണെങ്കിൽ, കളക്ടർ എഫിഷ്യൻസി എന്ന് പറയുന്നത് ഓവറോൾ വോൾട്ടേജ് അല്ല, കളക്ടറിൽ നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജാണ് നോക്കുക. കളക്ടർ എഫിഷ്യൻസി എന്ന് പറയുന്നത് ഈറ്റ C ഈക്വൽ ടു PAC ഡിവൈഡ് ബൈ PDC അറ്റ് ദി കളക്ടറിൽ കൊടുക്കുന്ന കളക്ടറിലുള്ള PDC ആണ് നമ്മൾ നോട്ട് ചെയ്യുന്നത്. അന്നേരം ഈറ്റ C എന്ന് പറയുന്നത് PAC എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞു, VCQ ഇൻറ്റു ICQ ഡിവൈഡ് ബൈ 2, അതാണ് PAC. ഇനി നമ്മൾ രണ്ടാമത് എടുക്കുന്നത് കളക്ടറിലുള്ള വോൾട്ടേജ്, കളക്ടറിൽ സപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് മാത്രമാണ്. നമുക്കറിയാം നമ്മളിപ്പോൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് കളക്ടറിലുള്ള വോൾട്ടേജ് നമ്മൾ 0 സിഗ്നൽ ആകുന്ന സമയത്ത് VCQ എന്ന് എടുക്കാം. VCQ ഈക്വൽ ടു VCC ഡിവൈഡ് ബൈ 2, അതാണ് നമ്മൾ എടുക്കുന്നത് അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് കളക്ടർ എഫിഷ്യൻസി കാണുന്ന സമയത്ത് അവിടെ ഡെവലപ്പ് ചെയ്യുന്ന DC പവർ എന്ന് പറയുന്നത് VCQവിന് അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. VCC എന്നല്ല എടുക്കേണ്ടത്. VCC മുഴുവൻ അവിടെ കളക്ടറിൽ വരുന്നില്ല.
VCQ മാത്രമേ ഉള്ളൂ. അന്നേരം പവർ ഡെവലപ്ഡ് PDC എന്ന് പറയുന്നത് VCQ ഇൻറ്റു ICQ എന്ന് വരും. VCQ ഇൻറ്റു ICQ. സോ ഈറ്റ ഈക്വൽ ടു VCQ ഇൻറ്റു ICQ ഡിവൈഡ് ബൈ 2 ഇൻറ്റു എന്ത് വരും? VCQ ഇൻറ്റു ICQ. അന്നേരം രണ്ട് വ്യത്യാസമുണ്ട്. നേരത്തെ പറഞ്ഞത് എന്താണ്? ഓവറോൾ എഫിഷ്യൻസിയാണ്. ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കളക്ടർ എഫിഷ്യൻസിയാണ്. അന്നേരം കളക്ടർ എഫിഷ്യൻസി നോക്കുന്ന സമയത്ത് നമുക്ക് ഈറ്റ സി എന്ന് പറയുന്നത് എന്താണ്? VCQ ഇൻറ്റു ICQ ഡിവൈഡ് ബൈ 2 ഇൻറ്റു VCQ ഇൻറ്റു ICQ. അന്നേരം ഇവിടെ VCQ എന്ന് മാത്രമേ നമ്മൾ എടുക്കുന്നു, VCC എന്ന് എടുക്കുന്നില്ല. VCC എന്ന് എടുക്കുന്ന ഓവറോൾ നമ്മൾ സോഴ്സ് വോൾട്ടേജിൽ നിന്ന് സപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് എടുക്കുന്ന ഓവറോൾ എഫിഷ്യൻസി കാണുന്നില്ല. ഇപ്പോൾ കാണുന്നത് എന്താണ്? കളക്ടർ എഫിഷ്യൻസി. ഇത് രണ്ടും ക്യാൻസൽ ആയി കഴിഞ്ഞു. നമുക്ക് കിട്ടുന്നത് ഈറ്റ സി ഈക്വൽ ടു 1/2 ഈക്വൽ ടു 0.5 എന്ന് കിട്ടും. നേരെ കളക്ടറിൽ കിട്ടുന്ന എഫിഷ്യൻസി എന്ന് പറയുന്നത് കൂടുതലാണ്. എന്തിൻ്റെ കേസിൽ? ഡയറക്റ്റ് കപ്പിൾഡ് അല്ലെങ്കിൽ ക്ലാസ് എ ആംപ്ലിഫയറിൻ്റെ കേസിൽ കളക്ടർ എഫിഷ്യൻസി ഈറ്റ സി ഈക്വൽ ടു നമുക്ക് കിട്ടുന്നത് 50%. ഈ കളക്ടർ എഫിഷ്യൻസി നമ്മൾ ഓവറോൾ എഫിഷ്യൻസി ആക്കി മാറ്റുവാണെങ്കിൽ കുറച്ചും കൂടി ക്ലാസ് എ പവർ ആംപ്ലിഫയർ കുറച്ചും കൂടി നല്ലൊരു പവർ ആംപ്ലിഫയർ ആക്കിയിട്ട് നമുക്ക് മാറ്റാൻ പറ്റും. നേരെ നമ്മൾ ഈ ക്ലാസ് എ പവർ ആംപ്ലിഫയർ തന്നെ ട്രാൻസ്ഫോമർ കപ്പിൾഡ് പവർ ആംപ്ലിഫയർ ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ എന്താണ്? അതിന് പറയുന്ന വേറൊരു പേരാണ് സിംഗിൾ എൻഡഡ് പവർ സപ്ലൈ. ട്രാൻസ്ഫോമർ കപ്പിൾഡ് പവർ ആംപ്ലിഫയർ നമ്മൾ മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയേഴ്സിൽ പഠിച്ചതാണ്. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കപ്ലിംഗ് ഉണ്ട്. അതിൽ ഒന്നാണ് എന്ത്? ട്രാൻസ്ഫോമർ കപ്പിൾഡ് ആംപ്ലിഫയർ. അന്നേരം ഇതിൽ നമ്മൾ ക്ലാസ് എ പവർ ആംപ്ലിഫയർ ട്രാൻസ്ഫോമർ കപ്പിൾഡ് പവർ ആംപ്ലിഫയർ ആക്കി മാറ്റുവാണെങ്കിൽ നമുക്കതിൻ്റെ ഓവറോൾ എഫിഷ്യൻസി 50% ആക്കി മാറ്റാൻ പറ്റും. എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന VCC മുഴുവനായിട്ടും നമുക്ക് DC പവർ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ, DC പവറായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നമുക്ക് എഫിഷ്യൻസി വളരെ കൂട്ടാൻ പറ്റും. എന്ന് പറഞ്ഞാൽ സാധാരണ നമുക്ക് VCQ എന്ന് പറയുന്നത് VCC ഡിവൈഡ് ബൈ 2 മാത്രമേ കലക്ടറിൽ വരുന്നുള്ളൂ. അതേസമയം ഈ VCC മൊത്തം കലക്ടറിൽ വരുത്തുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ കൺവേർട്ട് ചെയ്യുന്ന വോൾട്ടേജിൻ്റെ അളവ് അല്ലെങ്കിൽ പവറിൻ്റെ അളവ് കൂട്ടാൻ പറ്റും. അന്നേരം നമുക്ക് അതിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ട്രാൻസ്ഫോമർ കപ്പിൾഡ് പവർ ആംപ്ലിഫയർ യൂസ് ചെയ്യുക. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് സിംഗിൾ എൻഡഡ് പവർ ആംപ്ലിഫയർ, സിംഗിൾ എൻഡഡ് ക്ലാസ് എ പവർ ആംപ്ലിഫയർ. ഓക്കെ, അതിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ട്രാൻസ്ഫോമർ കപ്ലിംഗ് ആണ്. ഓക്കെ, ഈ സിംഗിൾ എൻഡഡ് പവർ ആംപ്ലിഫയർ ക്ലാസ് എ പവർ ആംപ്ലിഫയറിനെ പറ്റി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, താങ്ക് യു.